മുംബൈ ഭീകരാക്രമണത്തിൽ അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്കിനെക്കുറിച്ചും തഹാവൂർ റാണയിൽ നിന്ന് ഉത്തരം തേടി NIA. ദുബായിൽ വെച്ച് ഗൂഢാലോചന നടന്നതായി റാണ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായാണ് സൂചന. ഇന്ത്യ തേടുന്ന കൊടും ഭീകരൻ സജിദ് മീറുമായുള്ള തനിക്കുള്ള അടുത്ത ബന്ധവും റാണ സമ്മതിച്ചിട്ടുണ്ട്. ഗൗതം ചേരുന്നു. ഗൗതം, നിർണായകമായ വിവരങ്ങളാണ് തഹാവൂർ റാണയെ NIA ചോദ്യം ചെയ്യുന്നതിലൂടെ പുറത്തുവരുന്നത്. എന്തായാലും മുംബൈ ഭീകരാക്രമണ കേസിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്കിനെ കുറിച്ചുകൂടി ഉത്തരം തേടുകയാണ് NIA. എന്തെല്ലാം നിർണായകമായ തെളിവുകളും അതോടൊപ്പം മൊഴിയുമാണ് തഹാവൂർ റാണയിൽ നിന്ന് NIA ശേഖരിക്കുന്നത്? രോഹിണി, ഇതിപ്പോൾ മൂന്നാം ദിനമാണ് തഹാവൂർ റാണയെ ചോദ്യം ചെയ്തത്. ഓരോ ദിവസവും ചോദ്യം ചെയ്യലിൻ്റെ ദൈർഘ്യം കൂടുന്നുണ്ട്. ആദ്യ ദിവസം കാര്യമായ ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നില്ല. ഇന്നലെ കൂടുതൽ സമയം ചോദ്യം ചെയ്തു. ഇന്നും സമാനമായ രീതിയിൽ ചോദ്യം ചെയ്യൽ തുടരും. ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ പ്രധാനമായും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചോദിച്ച ഒരു വിഷയം ഈ ദാവൂദ് ഇബ്രാഹിമുമായുള്ള ഇയാളുടെ കണക്ഷൻ സംബന്ധിച്ചാണ്. കാരണം 2008 മുംബൈ ഭീകരാക്രമണത്തിൽ ഡി കമ്പനിയുടെ ബന്ധം ഏതാണ്ട് NIA സ്ഥിരീകരിച്ചതാണ്. ദാവൂദ് ഇബ്രാഹിമിന് ഈ ആക്രമണം നടക്കുമെന്ന് സംബന്ധിച്ച് നേരത്തെ തന്നെ ധാരണ ലഭിച്ചിരുന്നു. അല്ലെങ്കിൽ ആ ഗൂഢാലോചനയിൽ ഇയാൾ ഉണ്ട് എന്ന നിഗമനത്തിലാണ് NIA എത്തി നിൽക്കുന്നത്. അതിൻ്റെ തെളിവുകളും മറ്റും തേടുന്നതിനായി അത്തരം ചോദ്യങ്ങൾ തഹാവൂർ റാണയ്ക്ക് മുന്നിലേക്ക് NIA വെച്ചു. അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം റാണ നൽകിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അതോടൊപ്പം തന്നെ മീറുമായി സജീദ് മീർ ഒരു കൊടും ഭീകരനാണ്, ഇന്ത്യ തേടുന്ന ഭീകരനാണ്. ഇയാൾ ലഷ്കർ ഇ തോയ്ബയുടെ ഇന്റർനാഷണൽ വിങ്ങിൻ്റെ ചുമതലയുള്ള ഇയാളാണ്. മുംബൈ ഭീകരാക്രമണം പ്ലാൻ ചെയ്തത്, അതായത് ഈ ആസൂത്രണം, എവിടേക്കാണ് ഈ സ്ഫോടനം നടത്തേണ്ടത്, ഭീകരർ എങ്ങനെയാണ് മുംബൈയിലേക്ക് എത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ മീറാണ് പ്ലാൻ ചെയ്തത്. അതിനാൽ ഇയാളെ തേടി ഇന്ത്യൻ ഏജൻസികൾ, റോയ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇയാളുടെ പിന്നാലെ തന്നെയുണ്ട്. പാകിസ്ഥാൻ പല ഘട്ടങ്ങളിലും ഇയാൾക്ക് സംരക്ഷണം നൽകുന്നു. ഇയാളുമായി തുടർച്ചയായി ഈ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ NIAയോട് ഈ റാണ സമ്മതിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇതെല്ലാം വളരെ സുപ്രധാനമായ ചില കുറ്റസമ്മതമാണ് എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. ഇനിയും ISISുമായും അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തോയ്ബയുടെ മറ്റ് പ്രധാനപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് ഹാഫിസ് സയ്യിദിനെ പോലൊക്കെ ഈ ഭീകര സംഘടന രൂപീകരിച്ച ഭീകരന്മാർക്ക് ഈ മുംബൈ ഭീകരാക്രമണത്തിലുള്ള ബന്ധം സംബന്ധിച്ച കാര്യങ്ങൾക്ക് കൂടുതൽ തെളിവുകൾ വേണം. അത്തരം കാര്യങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ NIA ചോദിക്കും. കാരണം 18 ദിവസത്തെ ദീർഘമായ 18 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് NIAക്കുള്ളത് ഈ റാണയുമായി ബന്ധപ്പെട്ട്. അതിനാൽ ഇത്തരം വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്തുകൊണ്ട് ആ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. രോഹിണി, ശരി. ഗൗതം അനന്തനാരായണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.